മറ്റു വാർത്തകൾ നോക്കാം. കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിന് സമീപത്തെ ചായക്കടയ്ക്ക് തീപിടിച്ചു. കണ്ണൂർ റോഡ് ജംഗ്ഷനിലെ കോർണർ ടീ ഷോപ്പ് എന്ന കടയ്ക്കാണ് തീപിടിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദീപ്തി, ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു കടയ്ക്ക് തീ പിടിച്ചത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ സമയത്ത് കടയ്ക്കുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല, മറ്റ് ജീവനക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. 9 മണിയോട് കൂടി തന്നെ ഈ കട പൂർണ്ണമായും അതായത് മറ്റ് ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ജീവനക്കാർ ആരും തന്നെ ഈ സമയത്ത് അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ജീവനക്കാരെല്ലാം പറയുന്ന ഒരു കാര്യം. അതേസമയം ഈ കടയോട് ചേർന്ന് മറ്റൊരു ഭാഗത്ത് മറ്റൊരാള്, അതായത് ഇതര സംസ്ഥാന തൊഴിലാളി കിടന്നുറങ്ങാറുണ്ട് എന്നുള്ളത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും ഇയാൾ ആ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു ആശ്വാസകരമായ ഒരു കാര്യമാണ്. മറ്റാളപായമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതായത് ഈ പുറത്തെ ഭാഗത്ത് ഒരുപക്ഷെ പ്ലാസ്റ്റിക്കിന് തീ പിടിച്ചാണ് ഈ കടയ്ക്ക് തീ പിടിച്ചത് എന്നുള്ളൊരു നിഗമനമാണ് പ്രധാനമായും ഉള്ളത്. അതായത് ഈ കടയ്ക്കുള്ളിൽ കാര്യമായ ഭക്ഷണങ്ങളൊന്നും തന്നെ പാകം ചെയ്യാത്തതിനാലും കൂടാതെ ഈ ഷോർട്ട് സർക്യൂട്ടുകളൊന്നും അല്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഫയർഫോഴ്സും അതുപോലെ തന്നെ എല്ലാവരും തന്നെ ഉള്ളത് എന്നുള്ളതാണ്. ഈ ഒരു സംഭവം നടന്ന ഉടൻ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ മറ്റു ആളുകളെല്ലാം തന്നെ ചേർന്ന് ബീച്ചിലെ ഫയർ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ഫയർഫോഴ്സ് ഇവിടെ എത്തുകയും തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തതിനാൽ തന്നെ മറ്റ് കടകളിലേക്കൊന്നും തന്നെ തീ വ്യാപിച്ചിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. അതേസമയം മറ്റ് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും കട വീണ്ടും പ്രവർത്തിപ്പിക്കും എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ജീവനക്കാർ നൽകുന്നുണ്ട്. ദീപ്തി. ശരി അഭിന, കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിന് സമീപത്തെ ചായക്കടയ്ക്ക് തീ പിടിച്ചിരിക്കുകയാണ്. കണ്ണൂർ റോഡ് ജംഗ്ഷനിലെ കോർണർ ടീ ഷോപ്പ് എന്ന കടയ്ക്കാണ് തീ പിടിച്ചത്. അഭിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്.